ആൻസറൊക്കെ മിക്ക കുട്ടികളും പല കാരണത്തിന് വേണ്ടി വാശി പിടിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷനിൽ പാരൻസിന് റോൾ എന്താണ് അതൊന്ന് മറികടക്കാനുള്ള, വാശി മാറ്റാനുള്ള എന്തെങ്കിലും റീസൺസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് ഒരുപാട് കുട്ടികളുടെ പേരൻസ് വന്ന് പറയുന്ന ഒരു കൺസേൺ ആണ് ഇതിൽ. ഒരു ബ്രോഡായിട്ട് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഈ വാശി എന്ന് പറയുന്ന ഒരു വികാരമാണ്. ഇതിന് ഒരു 50% ഈ കുട്ടിക്ക് കൊടുക്കുന്ന ആഹാരങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ചിട്ടിരിക്കും. അതായത് നമ്മൾ പറയാറുണ്ട് ഗട്ട് ബ്രെയിൻ തിയറി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ സ്വഭാവമായിട്ട് മാറുന്നത്. അപ്പം ഒരു രജോ ഗുണമുള്ള ആഹാരമാണ് കൂടുതൽ കൊടുക്കുന്നത് എങ്കിൽ കുട്ടികൾക്ക് എന്തായാലും വാശി ഉണ്ടാവും. അപ്പം നമ്മൾ പൊതുവേ പറയുന്ന ഒരു സാത്വികമായിട്ടുള്ള ആഹാരം കൊടുക്കുക, അതാണ് ഏറ്റവും അടിസ്ഥാനം. കാരണം ഇന്ന് കഴിക്കുന്ന ആഹാരമാണ് 4-ാമത്തെ ദിവസം എൻ്റെ സ്വഭാവവും എൻ്റെ മനസ്സുമായിട്ട് മാറുന്നതെന്നാണ് പറയുക. അപ്പോൾ ആഹാരത്തിൻ്റെ പ്രാധാന്യമുണ്ട്. ബാക്കി 50% എന്ന് പറയുന്നത് ഒരു ബിഹേവിയറൽ ഇഷ്യൂ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. പക്ഷേ അതൊരിക്കലും ബിഹേവിയറൽ ഇഷ്യൂ ഒരു ദിവസം കൊണ്ട് ഉണ്ടാവണതല്ല. ഇത് കാലാകാലങ്ങളായിട്ട് കുട്ടി പഠിച്ചെടുക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഒരു മൂവ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആ കുട്ടിയുടെ സ്ക്രിപ്റ്റ് എന്തായിരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടി വാശി പിടിച്ച് കരയുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ റൗണ്ട്സ് കഴിഞ്ഞു, നമ്മൾ കണ്ടതാണ് ഒരു കുട്ടി വാശി പിടിച്ച് കരയുന്നു. ഈ കുട്ടി വാശി പിടിച്ച് കരയുന്നത് എന്തോ ഒരു സാധനം നേടാനാണ്. കാരണം വാശി പിടിക്കുന്നത് 2 കാര്യത്തിനേ ഉള്ളൂ: എന്തെങ്കിലും നേടാനോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും എസ്കേപ്പ് ചെയ്യാനോ, അവന് ഇഷ്ടമല്ലാത്തൊരു സന്ദർഭത്തിൽ നിന്ന് മാറാൻ. അപ്പോൾ ഈ കുട്ടി വിചാരിക്കുന്നത് ഞാനത് വാശി പിടിച്ചാൽ എനിക്ക് കിട്ടും എന്നുള്ളതാണ്. ഇത് കാലാകാലങ്ങളായിട്ട് ചിലപ്പം പേരൻസ് കുട്ടി വാശി പിടിച്ചപ്പോഴേക്കും അവനെ കരയിക്കണ്ട, കൊടുത്തേക്കൂ എന്ന് പറയുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ്, പ്രത്യേകിച്ച് നമ്മുടെ മുതിർന്നവർ ഇപ്പോൾ ചെയ്യുന്ന ഒരു ചെറിയൊരു തെറ്റെന്ന് പറയാൻ പറ്റില്ല. അവർ കുട്ടിക്ക് വിഷമം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യണതാവാം. പക്ഷെ അതൊരു ലോങ് ടേമിൽ ആ കുട്ടിയുടെ സ്ക്രിപ്റ്റ് എന്തായിട്ട് മാറുകയാണ്: ഞാൻ വാശി പിടിച്ചാൽ കിട്ടും എന്നുള്ളതാണ്. ഇത് അവൻ പോലും അറിയാതെ അവൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല കേസിലും സ്കൂളിൽ അവൻ മിടുക്കനാണെന്നാണ് ടീച്ചേഴ്സ് പറയുക, അല്ലെങ്കിൽ അവൻ മിടുക്കിയാണെന്ന് പറയും. പക്ഷെ അവൻ വീട്ടിൽ വരുമ്പോഴാണ് ഇതെല്ലാം. എന്താ ഇങ്ങനൊരു വ്യത്യാസം? സ്കൂളിൽ ആ കുട്ടിക്ക് തന്നെ അറിയാം വാശി പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളത്, പക്ഷെ വീട്ടിൽ അവന് ലൂപ്പ് ഹോൾ അറിയാം. അപ്പം ഇതിൽ ആരാണ് മാറേണ്ടത് എന്നുള്ളതാണ്. കുട്ടിയെ നമ്മൾ പഴിചാരുന്നതിന് പകരം ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത് ഒരു ബ്ലെസ്സിങ് ആയിട്ട് കരുതുക. എങ്ങനെ ബ്ലെസ്സിങ് ആയിട്ട് നമുക്ക് കരുതാൻ പറ്റുക? ഇപ്പോൾ സപ്പോസ് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ അമ്മുവിനെ കുറിച്ച് ഡോക്ടർക്ക് അറിയാം. അമ്മു ഒരു കാര്യത്തിന് വേണ്ടി കരഞ്ഞാൽ ഞാൻ ആദ്യം ചോദിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അമ്മു കരയുകയാണോ എന്ന് ചോദിച്ചാൽ അമ്മ ഉടനെ ഇല്ല കരയല്ല. പിന്നെ ഞാൻ പറയണത് അവൾക്ക് വേണ്ട എന്താവോ സാധനം, ഒന്നില്ലേ ഒരു കളിപ്പാട്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ആവാം. അമ്മു കൈ കെട്ടി കൈ ഇങ്ങനെ വെച്ചിരുന്നാൽ തരാം എന്ന് ഞാൻ അങ്ങോട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുക ചെയ്യാം. അപ്പം അത് പെട്ടെന്നുണ്ടായതല്ല, പതുക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അത് ആദ്യം കുട്ടിക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് നമ്മൾ അങ്ങോട്ട് പറയുക, ഇത് ചെയ്യിക്കുക. എന്നിട്ട് ആ ചോദിച്ച് എന്താണോ സാധനം അത് കൊടുത്തോളൂ. അപ്പം ഈ സ്ക്രിപ്റ്റ് എന്തായിട്ടാണ് മാറുക? എൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടാൽ എനിക്കത് കിട്ടും. അപ്പം നമ്മളാണ് ഇതിനെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കേണ്ടത്. ഏത് തരം സാധനമാണ് കുട്ടി ഈസി ആയിട്ട് ചെയ്യുക. അപ്പം അതിന് നമ്മൾ പറയുക, നമ്മൾ എന്തെങ്കിലും ഒരു ഇനിഷ്യേഷൻ എടുത്താൽ നമ്മൾ വിജയിക്കണം. നമ്മൾ എടുക്കുന്ന ഇനിഷ്യേഷൻ എന്താ? മൊബൈൽ തരില്ല എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ കുട്ടി എന്ത് കാണിച്ചാലും നമ്മളത് കൊടുക്കാൻ പാടില്ല. കുട്ടി ടാൻട്രംസ് കാണിച്ച് വാശി കാണിച്ച് കരയണ്ട തരാം എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുക, കുട്ടി വിജയിച്ചു. ഒന്നില്ലേ നമ്മളത് പറയാനേ പോകരുത്. ബട്ട് നമ്മളൊരു ഇനിഷ്യേഷൻ എടുത്താൽ നമ്മൾ വിജയിക്കണം. അതുകൊണ്ടാണ് നമ്മളൊരു ക്ലോസ് അങ്ങോട്ട് വെക്കുക. അപ്പോൾ ഒരു വാശി ഇല്ലാത്ത കുട്ടിക്ക് നമുക്കൊരു ക്ലോസും വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വാശി എന്ന് പറയുന്നത് നല്ലതാണ്, നമ്മളത് വേണ്ട വിധത്തിൽ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പഠിക്കണം. ആസ് എ പേരൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു തരത്തിൽ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് പറയുക. ഒന്നില്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് തരാൻ പറയാം, ഇല്ലെങ്കിൽ അവിടെ കാല് മടക്കി ഇത് അവിടെ പോയി ഇരിക്കാമെങ്കിൽ ഞാൻ തരാമെന്ന് പറയുക. ഇത് ചെറിയൊരു ടാസ്ക്കാണ്, കുട്ടി ചെയ്യുന്നത് നമുക്ക് ബോധ്യമുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമ്മളത് തന്നെ കൊടുക്കുക. അപ്പം അതിനെ പൊതുവേ ഞാൻ പറയാം ബി ഇൻ യുവർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. അതായത് നമ്മൾ നോ പറഞ്ഞാൽ നോയിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഇത് കുട്ടിയെ ഭാവിയിൽ 2 രീതിയിൽ പ്രയോജനം ചെയ്യും. ഒന്ന്, ഈ വാശി പിന്നെ കാണിക്കില്ല. ഉദാഹരണം അമ്മുവിൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ നോ എന്ന് പറഞ്ഞാൽ അമ്മു പിന്നെ വാശി കാണിക്കുന്ന തോത് ഉണ്ടാവില്ല. 2, നമ്മൾ എന്തെങ്കിലും ഒരു വാഗ്ദാനം കൊടുത്താൽ, അല്ലെങ്കിൽ നീ ഊണ് കഴിച്ചാൽ അല്ലെങ്കിൽ ഈ മാമൻ കഴിച്ചാൽ
പശുവിനെ കാണിക്കാം. ചിലപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് കുട്ടി മറന്നു പോകും. ബട്ട് നമ്മൾ ഓർമ്മയായിട്ട് മാമൻ കഴിച്ച പശുവിനെ കാണിക്കാമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുപോവുക. ദാറ്റ് വിൽ മേക്ക് എ ട്രസ്റ്റ് ഇൻ യു. അതായത് രക്ഷകർത്താക്കളിൽ ഒരു സെക്യൂർ ഫീലിംഗ് ഉണ്ടാവും, നിങ്ങളെ വിശ്വാസത്തിലെടുക്കുകയും ചെയ്യും. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് പല വാഗ്ദാനങ്ങൾ കൊടുക്കും. രാഷ്ട്രീയക്കാരെ പോലെ ആവുന്ന പേരൻസാണ്. ഈ വാഗ്ദാനങ്ങൾ കൊടുക്കുകയും അത് പാലിച്ചു കഴിയുമ്പം നമ്മളും അത് മറന്നു. കുട്ടിയുടെ പക്ഷേ സ്ക്രിപ്റ്റിൽ അതുണ്ട്. അടുത്ത പ്രാവശ്യം നിങ്ങളൊരു ടാസ്ക് പറഞ്ഞാൽ നിങ്ങളെ മൈൻഡ് പോലും ചെയ്യില്ല. ഇതാണ് പലപ്പോഴും പേരൻസ് വന്ന് പറയണം, അവൻ ഇപ്പോൾ ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല ഡോക്ടറെ. എങ്ങനെ ആ സ്റ്റേജിലേക്ക് എത്തി എന്നുള്ളത് ഒരു പേരൻറ്റും നോക്കുന്നില്ല. അപ്പോൾ വാശി എന്ന് പറയുന്നത് മാറ്റാൻ ആഹാരമുണ്ട്, നമ്മുടെ ബിഹേവിയറുമാണ്. അതിൽ തന്നെ നമുക്കത് നല്ല രീതിയിൽ അതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ടും കൂടെ പറ്റിയില്ലെങ്കിൽ ഒരു 9 വയസ്സ് കഴിഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് കൂടെ വന്നാൽ നമ്മുടെ പിടിയിൽ കിട്ടാത്ത വിധത്തിൽ ഒരു കൗൺസിലർക്കും ഒരു മാറ്റവും വരുത്താത്ത വിധത്തിലേക്ക് മാറും. അപ്പോൾ കഴിയുന്നതും നമുക്കിതൊരു സ്കിൽഫുള്ളായിട്ട് ഒരു പ്ലസൻ്റായിട്ട് ഇതിനെ വികാരപരമായിട്ടല്ലാതെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റണം. നമസ്തേ.